നമസ്കാരം. ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ഗൃഹാതുരത്വമിളക്കുന്ന പള്ളിക്കൂട ദിനം കൂടിയാണിന്ന്, പ്രവേശനോത്സവ ദിനം. ഈ പ്രവേശനോത്സവത്തിലും ഇരു കൈയിലും പ്ലാസ്റ്റർ ഇട്ട ആ കുഞ്ഞിൻ്റെ ഫോട്ടോ നിങ്ങൾ എന്തു പഠിച്ചെന്നും പഠിപ്പിച്ചെന്നും ചോദിക്കുന്നു. ഇതുപോലെ പ്രവേശനോത്സവവും വർഷങ്ങളുടെ പഠന പരീക്ഷകളും കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാണ് ഇതേ വിദ്യാലയ പരിസരങ്ങളിൽ മയക്കുമരുന്ന് വിൽക്കാൻ നടക്കുന്നത്. മറ്റു ചിലർ ഗുണ്ടാപ്പണിക്കാരായി പണവും നാശവും സമ്പാദിക്കുന്നു. സ്ത്രീവിരുദ്ധത, മാനഭംഗങ്ങൾ, വർഗീയത, തീവ്രവാദം, ആൾക്കൂട്ട ആക്രമണങ്ങൾ. പാളിയോ പഠനം? പറഞ്ഞു വന്നത്, ഓരോ അധ്യയന വർഷവും തുടങ്ങേണ്ടത് വിദ്യാർത്ഥികൾക്കു വേണ്ടി മാത്രമല്ല, പഠിച്ചവരായ നമുക്ക് വേണ്ടിയും കൂടിയാണ് എന്നോർക്കണമെന്നാണ്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സ്കൂളുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു വരുമ്പോഴും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ അകന്നു പോകുന്നത് ആശങ്കാജനകമാണെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ്. മാള സോക്കോസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം നടന്നു. പുത്തഞ്ചിറ പഞ്ചായത്ത് 13-ാം വാർഡ് ടീം UDFന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം ചെയർമാൻ CK യുധി ഉദ്ഘാടനം ചെയ്തു. മാള തനിമ കലാസാഹിത്യവേദി പെരുന്നാൾ കൂട്ടെന്ന പേരിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. കൊച്ചുകടവിൽ നടന്ന പരിപാടി തനിമ കലാസാഹിത്യവേദി തൃശൂർ ജില്ലാ പ്രസിഡന്റ് സജദുൽ മുജീബ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂളുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു വരുമ്പോഴും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ അകന്നു പോകുന്നത് ആശങ്കാജനകമാണെന്ന് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളെ വിലയിരുത്തുന്നത് കുട്ടികളിൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നും അത് ലഹരി ഉപയോഗത്തിലേക്കുള്ള വഴികൾ തുറക്കാമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവ വേദിയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സ്കൂളുകളിൽ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു വരുമ്പോൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ അകന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്ന് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. മാള സോക്കോസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ ജില്ലാപഞ്ചായത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരുപാട് സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട ഒരു കാലമാണ്. ഇതൊരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ടുണ്ടായതല്ല. തുടർച്ചയായ കുറേയേറെ വർഷങ്ങൾ മാറി മാറി വന്ന സർക്കാരുകൾ ആ സർക്കാർ കാലഘട്ടത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായി വന്ന സൗകര്യങ്ങളാണ്. പക്ഷെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് വരുമ്പോഴേക്കും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ അകന്നകന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സർക്കാർ എയ്ഡഡ് സ്കൂളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം കുറയുകയും മറ്റ് സ്കൂളുകളിലെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടങ്ങളിലേക്കാണ് കൂടുതൽ കുട്ടികൾ കടന്നു പോകുന്നത്. ഇപ്പോൾ പൊതുവിൽ നമ്മുടെയൊക്കെ ചില ധാരണകളാണ്, അങ്ങനെ പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണം, CBSE സ്കൂളിൽ പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ ധാരണയെ തെറ്റൊന്നുമില്ല. ഏറ്റവും നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിങ്ങനെ നമ്മുടെ കുട്ടികളിൽ ഇത് മാത്രമല്ല, ഏറ്റവും നല്ല സ്കൂൾ എന്ന രീതിയിൽ അന്വേഷിച്ച് പോകുന്നതോടൊപ്പം തന്നെ മറ്റൊരു ആഗ്രഹം കൂടി ഉള്ളത്, ഏറ്റവും കൂടുതൽ മാർക്ക് ഇവർ തന്നെ പാസ്സാകുന്നുള്ള നിർബന്ധ ബുദ്ധിയാണ്. ആ നിർബന്ധ ബുദ്ധി പിന്നീട് നമ്മളെപ്പോഴും ഈ കുട്ടികളെ എടുത്ത് താരതമ്യം ചെയ്യുകയാണ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മക്കളെ, അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ പരിചയമുള്ള മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കും കാര്യങ്ങളും വെച്ച് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരുപക്ഷെ ഏറ്റവും നല്ല മകനായി മാറണം എന്നില്ല. എന്നാൽ ഒന്നും പഠിക്കാത്ത വിദ്യാർത്ഥി നല്ല ഒരു പൗരനായി മാറിയേക്കാം. പഠനത്തിൻ്റെയും മാർക്കിൻ്റെയും അളവുകോൽ വെച്ച് കുട്ടികളെ വിലയിരുത്തുമ്പോൾ അത് ആ കുട്ടിയിലുണ്ടാക്കുന്ന മാനസികാഘാതം അവരെ ലഹരിമരുന്ന് കണ്ണികളിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഏറ്റവും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി ഒരുപക്ഷെ ഏറ്റവും നല്ല മകനായി മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഒന്നും പഠിക്കാത്ത ഒരു മകൻ ഒരുപക്ഷെ അവൻ ഏറ്റവും നല്ല മകനായും ഏറ്റവും നല്ല പൗരനായിട്ടൊക്കെ മാറിയെന്ന് കേൾക്കും. അപ്പോൾ പഠനത്തിൻ്റെ ഈ അളവുകോലും വെച്ച്, നമ്മൾ മാർക്കിൻ്റെ അളവുകോലും അല്ലെങ്കിൽ ക്ലാസ് മുറിയിലെ അവരുടെ ഇരിപ്പും മറ്റു കാര്യങ്ങളും മാത്രം വെച്ച് ഒരു പൗരനെ ആ പ്രായം മുതലേ ജഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവരിലുണ്ടാക്കുന്ന പല മാനസികമായ ആഘാതങ്ങളുണ്ട്. അങ്ങനെ ഒരു ആഘാതത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ വളരെ എളുപ്പത്തിലാണ് നമ്മളിൽ നിന്ന് പിന്നെ ഈ സ്കൂളിൻ്റെ കോളേജുകളിലൊക്കെ പരിസരങ്ങളിൽ വന്ന് കാത്തു നിൽക്കുന്ന, നേരത്തെ പ്രസിഡന്റോട് സൂചിപ്പിച്ച ഈ പറയുന്ന ലഹരി മരുന്ന് വ്യാപനത്തിൻ്റെ കണ്ണികളിലേക്ക് ചെന്നപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയ സമ്മർദ്ദം എന്ന് കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ടാകും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന പോലീസിന്റെ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത നെയിം സ്ലിപ്പിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK രാധാകൃഷ്ണൻ, സുനിത സജീവൻ, സിൽവി സേവ്യർ, ഔസേപ്പച്ചൻ ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, കാവ്യ രഞ്ജിത്ത്, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ പോൾസൺ കൊടിയൻ, സെലിൻ ജെയിംസ്, ധന്യ ദേവദാസ്,
മാള ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TK ജിനേഷ്, ജോഷി കാഞ്ഞുതറ, ഇരിങ്ങാലക്കുട DEO T ശൈല, AEO KK സുരേഷ്, സ്കൂൾ പ്രധാനാധ്യാപിക ഗ്രേസ് മരിയ, LP പ്രധാനാധ്യാപിക സിസ്റ്റർ സ്റ്റെഫിൻ, PTA പ്രസിഡന്റ് സോയ് കോലഞ്ചേരി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. പൊയ്യ പൂപ്പത്തി ALP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. വാർഡ് മെമ്പർ ഗിരിജ വാമനൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ശരിക്കും പറഞ്ഞ ഉത്സവമാണ് നമ്മളുടെ ഈ പൂപ്പത്തില്, ഈ കൊച്ചു ഗ്രാമത്തില് ഒരു അക്ഷര മുത്തശ്ശി എന്ന് തന്നെ പറയാം. ഈ സ്കൂളിന് ഒരുപാട് വർഷത്തെ പഴക്കം, 100 വർഷമൊക്കെ ആവാൻ പോകുന്നു. അപ്പൊ ആ സ്കൂളിലൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതല്ലായിരുന്നു ഇവിടുത്തെ സ്ഥിതി. ഒരു എന്താ പറയാ, ഇത് നിലച്ചു പോകുമോ, ഇവിടെ ഈ സ്കൂൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്കയിലും. അപ്പൊ എല്ലാവർക്കും പുറത്തു കൊണ്ടുപോയി ഒരുപാട് പൈസയൊന്നും ചെലവാക്കി പഠിപ്പിക്കാൻ പറ്റാത്ത പല കുടുംബങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല അനുഗ്രഹമാണ് ഈ സ്കൂളിൽ. സന്തോഷത്തോടു കൂടി ഞാൻ ഈ അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം ചെയ്യുകയും ആശംസകളും അറിയിപ്പിക്കുന്നു. PTA പ്രസിഡന്റ് രഹന കിഷോർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ AA തോമസ്, റിട്ടയർഡ് HMA ജോസ്, പ്രധാനാധ്യാപിക കീർത്തി, മറ്റ് അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബെന്നി ബെഹനാൻ MP പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു. MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സാധനം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സിഗ്ബി അടക്കമുള്ള ജനപ്രതികളും ബഹുമാനരായ എൻ്റെ സുഹൃത്തുക്കളായ രക്ഷിതാക്കളും അതുപോലെ തന്നെ മറ്റു നാട്ടുകാരും ഒക്കെ ഇവിടുത്തെ അധ്യാപകരുടെ ആവശ്യപ്പെട്ടു. ഏതായാലും ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ അത് കൊടുക്കാൻ കഴിയുമെന്ന സംതൃപ്തിയാണ്. ഇന്ന് ഞാൻ 3 സ്കൂൾ ബസ്സുകളാണ് എൻ്റെ ഫണ്ടിൽ നിന്ന് വിതരണം ചെയ്തത്. ഒന്ന് രാവിലെ നമ്മളുടെ ചൊവ്വര ആലുവ നിയോജകമണ്ഡലത്തിലെ ചൊവ്വരയിൽ വെച്ച് ഒരു സ്കൂൾ ബസ് സ്കൂളിന് കൈമാറി. ഇന്ന് ഇവിടെ ഇത് കൈമാറി. ഇനിയും ഉച്ചയ്ക്ക് ശേഷം കൈപ്പമംഗലം പഞ്ചായത്തിൽ ഒരു തീരദേശ പ്രദേശത്തുള്ള സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു സ്കൂൾ ബസ് കൂടി കൈമാറാനാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ കൊടിയൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത കൃഷ്ണ, വാർഡ് മെമ്പർ ആൻസി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ സുധീർ പോട്ടേപ്പറമ്പിൽ, മുഹമ്മദ് ഫൗസി, സോംജിത്ത് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്ത് 13ാം വാർഡ് ടീം UDFന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം ചെയർമാൻ CK യുധി ഉദ്ഘാടനം ചെയ്തു. VU ഔറ ഗസീഫ് അധ്യക്ഷത വഹിച്ചു. സുബൈർ വെളുത്തേരി, PI നിസാർ, സിനി റഹീം, PC ബാബു, VA നദീർ, TY അയൂബ്, PA ഹസൈനസ്, സന്തോഷ്, പ്രേമൻ പൊയ്യാറ, MA സുലൈമാൻ, മൂസക്കുട്ടി, അബ്ദുസലാം, ഷൈബി സിഹാബ്, അറക്കൽ മുഹമ്മദ് സാഹിബ് എന്നിവർ സംസാരിച്ചു. ഞാൻ ചെറുപ്പത്തിലെ നിങ്ങളങ്ങനെ കാണുമ്പോഴേ ഈ പ്രായത്തിൽ ഞാൻ കൊല്ലത്തുനിന്നൊക്കെ എൻ്റെ ഉമ്മാടെ കൂടെ വിരുന്നു വരുന്നുണ്ട്. എൻ്റെ പെങ്ങളെ കല്യാണം രക്ഷപ്പെടുത്ത കൊല്ലത്തുനിന്ന് ഇപ്പോൾ വളരെ കൊച്ചു ടൗസറൊക്കെ ഇട്ട് കീറിപ്പറഞ്ഞ ഷർട്ടുകളാണ് എനിക്കുള്ളൂ. ദാരിദ്ര്യമുള്ളതെന്ന് എല്ലാവരും. അപ്പോൾ ഞാൻ അതിലൊക്കെ ഒരു ടീച്ചറുടെ മകൻ്റെ ഷർട്ട് വായ്പ വാങ്ങിച്ചു. അപ്പോൾ ഈ വിരുന്ന് പോകാന്ന് പറയുമ്പോൾ അന്ന് കാലത്ത് ഭക്ഷണം വളരെ കുറവാണ്. അപ്പോൾ വിരുന്ന് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് പാൽ ചായയും നല്ല വറവും പത്തിയിറച്ചൊക്കെ കിട്ടും. അപ്പോൾ അന്ന് കാലത്ത് എല്ലായിടത്തും ഇപ്പം നന്നായിട്ട് സുലഭമായ ഭക്ഷണം ഇല്ലല്ലോ. അപ്പോൾ അത് നല്ല ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അപ്പോൾ ഞാൻ സാധാരണ സ്കൂൾ വിട്ടാൽ അല്ലെങ്കിൽ ശനിയാഴ്ച ഒക്കെ കളിക്കാൻ പോകും, പുറത്ത് കളിക്കാൻ പോകും. അപ്പോൾ ഉമ്മ പറഞ്ഞു, തലേ ദിവസം പറഞ്ഞു, നീ നാളെ കളിക്കാൻ പോയി, നമുക്ക് സ്ഥലത്ത് വിരുന്ന് പോകണം. അങ്ങനെ വിരുന്ന് പോകാൻ അയലക്കത്തെ ഒരു ടീച്ചറാണ് എൻ്റെ ഷർട്ടും പാടാക്കെടുത്ത് വായ്പ വാങ്ങിച്ച് ഞങ്ങൾ വരികയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെണ്ണൂർ യൂണിറ്റിന്റെ തെരഞ്ഞെടുപ്പും വാർഷിക പൊതുയോഗവും നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് കാലത്ത് 9 മണിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. 9 മണിക്ക് വ്യാപാര വഴിയിൽ വന്നോ. അയ്യോ എനിക്ക് 10 മണിയായിട്ട് വരാൻ പറ്റുള്ളൂ, എനിക്ക് ഒഴിവില്ല. 9 മണിക്ക് വ്യാപാര വഴിയിൽ വന്നോ, അപ്പം കാണാം, വേണമെങ്കിൽ കാണാം. 10 മണിക്ക് ഞാൻ കണ്ണ ഓപ്പറേഷന് പോകും എന്ന് പറഞ്ഞപ്പോൾ 9 മണിക്ക് 9 പേര് വ്യാപാരവന്റെ ഷട്ടറിന്റെ മുമ്പിലാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുമിച്ച് നല്ല അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സംഘടനയാണ്.
നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ മുഖ്യ സംഘടനയുടെ മുഖ്യധാരയിൽ ഉണ്ടാവുക. ഇവിടെ അത് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുഖ്യധാരയിൽ നിങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഈ യോഗ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. യൂണിറ്റ് പ്രസിഡന്റ് PV ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ നജ മുഖ്യാതിഥിയായിരുന്നു. ജോയിന്റ് സെക്രട്ടറി CP സിജോ, യൂണിറ്റ് സെക്രട്ടറി AK രഘുനാഥ്, ജീമോൻ, E സിദോ, സേവ്യർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മെമ്പർമാരുടെ മക്കളായ ആദിൽ സിജോ, ഹെനോക് ജീമോൻ, ദേവശിഖ സിജു എന്നിവർക്ക് മെമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. മാള തനിമ കലാസാഹിത്യവേദി പെരുന്നാൾ കൂട്ട് എന്ന പേരിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. കൊച്ചുകടവിൽ നടന്ന പരിപാടി തനിമ കലാസാഹിത്യവേദി തൃശൂർ ജില്ലാ പ്രസിഡന്റ് സജദുൽ മുജീബ് ഉദ്ഘാടനം ചെയ്തു. അകന്നു നിൽക്കുന്ന മരങ്ങൾ തമ്മിൽ, മണ്ണിനടിയിൽ വേരുകൾ തമ്മിലൊരു ബന്ധനമുണ്ടാകും. ആ ബന്ധനമാണ് സത്യത്തിൽ ഒരു നാടിനെ നിലനിർത്തുന്നത്. നമ്മളെല്ലാവരും വ്യത്യസ്തരായിരിക്കുമ്പോഴും നമ്മുടെ വേരിൽ ഒരു ബന്ധനമുണ്ട്. ആ ബന്ധനമാണ് നമ്മെ നൂറ്റാണ്ടുകളായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ലോകം, ഈ രാജ്യം, ഈ ഇന്ത്യ ഇതുപോലെ നിലനിൽക്കുന്നത് അത്തരം ബന്ധനങ്ങൾ കൊണ്ടാണ്. തനിമ മാള ചാപ്റ്റർ പ്രസിഡന്റ് PK മനാഫ് അധ്യക്ഷത വഹിച്ചു. കുഴൂർ പഞ്ചായത്ത് അംഗം സോംജിത്ത്, തനിമ മാള പ്രസിഡന്റ് NA അബു, സംസ്ഥാന സമിതി അംഗം അബ്ബാസ് മാള, റസിയ നാസർ, TH ഹൈദ്രോസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂളുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു വരുമ്പോഴും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ അകന്നു പോകുന്നത് ആശങ്കാജനകമാണെന്ന് മന്ത്രി OJ ജനീഷ്. മാള സോക്കോസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം നടന്നു. പുത്തഞ്ചിറ പഞ്ചായത്ത് 13ാം വാർഡ് ടീം UDFന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം ചെയർമാൻ CK യുധി ഉദ്ഘാടനം ചെയ്തു. മാള തനിമ കലാസാഹിത്യവേദി പെരുന്നാൾ കൂട്ടെന്ന പേരിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. കൊച്ചുകടവിൽ നടന്ന പരിപാടി തനിമ കലാസാഹിത്യവേദി തൃശൂർ ജില്ലാ പ്രസിഡന്റ് സജദുൽ മുജീബ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.